നമസ്കാരം. ഹനുമാൻ തെലുഗുവിൽ നിന്നും വന്നിരിക്കുന്ന ഒരു സൂപ്പർ ഹീറോ ചിത്രം. പ്രശാന്ത് വർമ്മ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ തേജ സജ്ജ, വിനയ് റായ്, അമൃത അയ്യർ, വരലക്ഷ്മി ശരത് കുമാർ, വെണ്ണല കിഷോർ തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. മലയാളം ഡബ്ബാണ് കേരളത്തിൽ റിലീസ് ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ തന്നെ ഏകദേശം ഊഹിക്കാം ഡബ്ബിംഗ് ക്വാളിറ്റിയും എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത്. വളരെ മോശം ഡബ്ബിംഗ് എന്ന് തോന്നിയില്ല, പക്ഷേ പോരാ, അത് ആസ്വാദനത്തെ ബാധിക്കുന്ന കാര്യം കൂടെയാണ്. അപ്പോൾ ഇന്ന് ഹനുമാൻ എന്ന ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. സൂപ്പർ ഹീറോ കഥകളൊക്കെ വായിച്ച് സൂപ്പർ ഹീറോ ആവണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കുട്ടിയിലൂടെയാണ് സിനിമയുടെ കഥ തുടങ്ങുന്നത്. ആ കുട്ടിയുടെ ചെറുപ്പകാലത്ത് തന്നെ ഒരു വലിയ സംഭവം നടക്കുന്നുണ്ട്. പിന്നീട് കഥ നടക്കുന്ന പ്രസന്റിലെത്തുമ്പോൾ സൂപ്പർ പവർ കിട്ടാൻ വേണ്ടി പരീക്ഷണങ്ങളൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. വില്ലനെയാണ് നമ്മൾ സിനിമയിൽ ആദ്യം പരിചയപ്പെടുന്നതും. ആ ഒരു സീക്വൻസ് മൊത്തം മികച്ച രീതിയിൽ തന്നെ സിനിമയിൽ ചെയ്തിട്ടുമുണ്ട്. പിന്നീടാണ് നമ്മൾ കഥ നടക്കുന്ന അഞ്ചാദ്രി എന്ന ഗ്രാമത്തിലേക്ക് എത്തുന്നത്. ഒരു ഫിക്ഷണൽ ഗ്രാമം. ആ ഗ്രാമത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സീനുണ്ട്. ഗംഭീരമാണ്, നയന മനോഹരം എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെ. അവിടെ നമ്മൾ നായകനെ പരിചയപ്പെടുന്നു. കഥയുടെ ഭൂരിഭാഗവും നടക്കുന്നത് ഈ ഗ്രാമത്തിൽ തന്നെയാണ്. ദേശീയ സൂപ്പർ ഹീറോ ചിത്രങ്ങളുടെ ടെംപ്ലേറ്റിൽ തന്നെയാണ് ഹനുമാനും വന്നിരിക്കുന്നത്. സൂപ്പർ ഹീറോ പവർ ലഭിക്കുന്ന നായകൻ അത് നാടിൻ്റെ രക്ഷയിലേക്ക് നയിക്കുന്നു. വില്ലൻ വരുന്നു, അവർക്കിടയിലുള്ള ഫൈറ്റൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇവിടെ ആ ടെംപ്ലേറ്റിൽ തന്നെ ഹനുമാനെയും കൊണ്ടുവന്നിരിക്കുന്നു. ഭക്തിയൊക്കെ ചേർത്താണ് കഥയുടെ കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയി അനുഭവപ്പെട്ട കാര്യങ്ങൾ ആദ്യം പറയാം. ഒന്ന്, വില്ലനായെത്തിയിരിക്കുന്ന വിനയ് റായ്. കുറേ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കിടിലൻ പ്രകടനം കാണുന്നത്. സെക്കൻഡ് ഹാഫിൽ ആ കഥാപാത്രത്തിൻ്റെ ചില ആക്ഷൻസ് വീക്ക് ആവുന്നുണ്ട്, പക്ഷേ ഓവറോൾ പവർഫുൾ കഥാപാത്രം എന്ന ഫീൽ തന്നെയായിരുന്നു ഉടനീളം. അടുത്തത് സിനിമയിലെ ആക്ഷൻ കൊറിയോഗ്രഫി. എല്ലാം നല്ല രസമായി തന്നെ വന്നിട്ടുണ്ട്. ഗുസ്തിക്കാരുമായിട്ടുള്ളത്, പിന്നെ തോട്ടത്തിലെ മാങ്ങ പറിക്കലും അച്ചാറിടലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്തൊരു സീക്വൻസ് ഉണ്ട്. മൊത്തത്തിലൊരു ഗ്രാൻഡ് പരിപാടി തന്നെയായിരുന്നു. വിഷ്വൽസും സിനിമയിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഗ്രാമത്തിൻ്റെ ഒരു ബ്യൂട്ടിയൊക്കെ നല്ല രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവരുന്നുമുണ്ട്. നായകനായ ഹനുമന്ത് എന്ന കഥാപാത്രമായി എത്തുന്നത് തേജ സജ്ജയാണ്. മോശമാക്കിയിട്ടില്ല എന്ന് തോന്നിയുള്ളൂ. പലപ്പോഴും ആ കഥാപാത്രത്തെ ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിപ്പോയി. തുടക്കത്തിൽ ചെറിയ മോഷണം പരിപാടിയൊക്കെ നടക്കുന്ന സമയത്തുള്ളതൊക്കെ രസമായി ചെയ്തിട്ടുണ്ട്, പക്ഷേ പിന്നീട് അത്ര പവർഫുള്ളായി വന്നില്ല. ഹനുമന്തിൻ്റെ സഹോദരിയുടെ വേഷത്തിലാണ് വരലക്ഷ്മി ശരത് കുമാർ എത്തുന്നത്. ലാസ്റ്റ് സെക്ഷനിൽ കിടലിനായിരുന്നു. അതൊരു ടിപ്പിക്കൽ സ്റ്റൈലിൽ പോയി എന്നേ തോന്നിയുള്ളൂ. മീനാക്ഷി എന്ന നായിക കഥാപാത്രമായി എത്തുന്നത് അമൃത അയ്യറാണ്. ടിപ്പിക്കൽ നായിക കഥാപാത്രം. പെർഫോമൻസിന് നല്ല സാധ്യതയൊന്നും സിനിമയിൽ ഉണ്ടായിരുന്നില്ല. വിനയ് റായിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വെണ്ണല കിഷോറിൻ്റെ റോൾ ഒരു കാര്യവുമില്ലാതെ കോമഡി കൊണ്ടുവരുന്ന ഒരു കഥാപാത്രം. അത് കോമഡി ആകുന്നില്ല എന്നത് സങ്കടകരമാണ്. പിന്നെ ആ ഗ്രാമത്തിലെ കുറേ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. ചില സീനുകളിലെ കോമഡിയൊക്കെ വർക്കായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ ആ ഗ്രാമത്തിൻ്റെ കൾച്ചറൊക്കെ നല്ല രീതിയിൽ തന്നെ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുക എന്നതും പ്രധാനമാണല്ലോ. പശ്ചാത്തല സംഗീതവും സിനിമയിൽ എടുത്തു പറയേണ്ടുന്ന ഒരു പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ആക്ഷൻ സീനുകൾക്കൊക്കെ ഒരു ബൂസ്റ്റ് നൽകുന്നുണ്ട്. VFXും കൊള്ളാം. പിന്നെ ചില സീനുകൾ നമ്മൾ അമർ ചിത്രകഥയിൽ ഇതുപോലെയാണ് സിനിമയിലും കൊണ്ടുവന്നിരിക്കുന്നത്. ടെക്നിക്കലി അത്യാവശ്യം നല്ല വർക്ക് തന്നെയാണ് ഹനുമാൻ എന്ന സിനിമ. തുടക്കത്തിൽ വില്ലനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നെ ഈ ഗ്രാമത്തിലേക്ക് വരുന്നു. പക്ഷേ ഇടയ്ക്ക് കൊണ്ടുവരുന്ന സ്ഥിരം ക്ലീഷേ പരിപാടികൾ സിനിമയെ കുറച്ചൊക്കെ പിറകോട്ട് വലിക്കുന്നുണ്ട്. പിന്നെ വീണ്ടും സൂപ്പർ ഹീറോയും കാര്യങ്ങളുമായിട്ട് ഗ്രാഫ് ഉയരുന്നു. പിന്നെ വീണ്ടും സ്ഥിരം ഐറ്റം സംഭവങ്ങൾ. ആ രീതിയിലാണ് സിനിമ പോകുന്നത്. ഓവറോൾ എനിക്കെവിടെയും ബോർ അടിച്ചില്ല. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി കൊണ്ട് തന്നെ വാച്ചബിൾ സിനിമയായിട്ടാണ് തോന്നിയത്. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.